നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ്. എന്തുകൊണ്ട് തോറ്റു എന്ന് പഠിക്കുന്നു CPM. എങ്ങനെയൊക്കെ ജയിച്ചു എന്ന് ഉറ്റുനോക്കുന്നു KPCC. ഏതായാലും ഈ വിഷയങ്ങൾ ഇരു പാർട്ടികളും അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. അതിനിടയിലാണ് ചില വാർത്തകൾ പുറത്തു വരുന്നത്. MV ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനം സംസ്ഥാന സമിതിയിൽ ഉണ്ടായി എന്നാണ് വിവരം. അദ്ദേഹത്തിൻ്റെ RSS സഹകരണത്തെ സംബന്ധിച്ചുള്ള പരാമർശം പരാജയത്തിൻ്റെ ആക്കം കൂട്ടി എന്ന് കരുതുന്നവർ സംസ്ഥാന സമിതിയിൽ ഉണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. മുഖ്യമന്ത്രിയും മൈക്കു കിട്ടിയാൽ എന്തെങ്കിലും വിളിച്ചു പറയുന്ന രീതി അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞത് MV ഗോവിന്ദനെ ലക്ഷ്യമിട്ടാണ് എന്ന വാദവും പുറത്തു വരികയാണ്. ഈ ഘട്ടത്തിലാണ് ന്യൂസ് 18 പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. പരാജയത്തിൻ്റെ ആക്കം കൂട്ടിയത് ഈ പരാമർശമാണോ? അത് വേണ്ട രീതിയിൽ വിശദീകരിക്കാൻ CPMന് കഴിഞ്ഞില്ലേ? എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യം ഒരു പരിഹാസത്തിനപ്പുറത്തേക്ക് CPMനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ടോ? എല്ലാവർക്കും ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാം. പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ കോളർ ശ്രീ ദിവാകരൻ. നമസ്കാരം സാറേ. നമസ്കാരം. എന്തുകൊണ്ട് തോറ്റു ശ്രീ ദിവാകരൻ? സാറേ, നന്മ വിതച്ചാൽ നന്മ കൊയ്യും. അവരവർ ചെയ്യുന്ന പ്രവൃത്തി വളരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിലും ഇപ്പം വിവരവും വിദ്യാഭ്യാസവും ഇല്ല ജനങ്ങളാണ്, പണ്ടത്തെ പോലെയല്ല വോട്ടേഴ്സ്. അപ്പോ പിന്നെ അതുമല്ല, കോൺഗ്രസിന്റെ ഹാർഡ് വർക്കിലാ സാറേ പിന്നെ ഇപ്പം ഉഷാറായ. പിന്നെ VD സതീശൻ പറഞ്ഞ് ഞാൻ ക്യാപ്റ്റൻ ആണെങ്കിൽ മറ്റേ മെജോറിറ്റിയുള്ള മേജറാന്നല്ല, അത് തിരിച്ചും മറിച്ചും പറഞ്ഞ് എങ്ങനെയെങ്കിലും യൂണിറ്റി സ്ട്രെങ്ത് എന്ന് പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും ഐക്യമത്യം മഹാബലം എന്ന് പറഞ്ഞിട്ട് എങ്ങനെയും നല്ല നിലയിൽ വലിയൊരു ഭരണം കാഴ്ച ജനങ്ങൾക്ക്. അതിൽ രാഷ്ട്രീയ ഇന്നൊന്നുമില്ല. അപ്പോൾ VD സതീശനെ വേണ്ടാണ്ടെന്നും പറയണ്ട. അയാൾ ബുദ്ധിമാനും നല്ല പൂർവ്വ ബുദ്ധിയിൽ എല്ലാവരും വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഏതായാലും RSS ബന്ധം വളരെ വലിയ ഒരു ചർച്ചാ വിഷയമായിരിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പരാമർശം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും വിമർശനം ഉയർന്നു എന്നായിരുന്നു വിവരങ്ങൾ. വർഗീയ ശക്തികളുമായി കൂട്ടുണ്ട് എന്ന പ്രതീതി ഉണ്ടാക്കാൻ അത് വഴിവെച്ചു എന്നാണ് ആരോപണം. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇളമരം കരീമും P രാജീവും ഒക്കെ ഈ അല്ലെങ്കിൽ ഈ പരാമർശത്തിനെതിരെ രംഗത്ത് വന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി സഖാവ് K രാധാകൃഷ്ണൻ MPയുടെ അധ്യക്ഷതയിൽ ചേർന്നു. കേന്ദ്ര കമ്മിറ്റി തീരുമാനങ്ങൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. PB അംഗങ്ങളായ സഖാക്കൾ പിണറായി വിജയൻ, A വിജയരാഘവൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. സെൻട്രൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മേലെ നടന്ന ചർച്ചയ്ക്ക് ശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച റിവ്യൂ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് അംഗീകരിച്ചു. നമുക്ക് ഈ MV ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. അത് അദ്ദേഹം അതിൻ്റെ കൂടുതൽ ചോദ്യം ഉത്തരം എന്ന ആ ഘട്ടത്തിലേക്ക് നമുക്ക് വരാം. ശ്രീ മുഹമ്മദ് മഞ്ചേരി എന്നോട് പറഞ്ഞത് നിലമ്പൂരിൽ LDF ജയിക്കുമെന്നാണ്. പക്ഷേ ഇപ്പോഴെന്ത് തോന്നുന്നു? ആ പ്രതീക്ഷ എവിടെയാണ് തെറ്റിയത് ശ്രീ മുഹമ്മദ് മഞ്ചേരി? നമസ്കാരം സാറേ. നമസ്കാരം. ഞാൻ 100% ജയിക്കും എന്നുള്ളതാ പറഞ്ഞത്. കാരണം ജയിക്കാതെ പോയി അതിൽ വളരെയധികം വിഷമുണ്ട്. കഴിഞ്ഞു പോട്ടെ. പിന്നെ നമ്മളെ സെക്രട്ടറി പറഞ്ഞ വർത്താനം അതിന്റെ തലേന്ന് പറഞ്ഞത് വളരെയധികം മോശമായി. സംസ്ഥാന കമ്മിറ്റിയിൽ ഓല് പറയുന്നതിന് മുമ്പ് ഇവിടെ സാധാരണ സഖാക്കൾ അത് പരസ്പരം പറഞ്ഞിട്ടുണ്ട് സാറേ. കാരണം അത് ഒരു തിരിച്ചടിയായി എന്നാണ് അവിടുത്തെ ആളുകൾ വിലയിരുത്തുന്നത് അല്ലേ? ഇടതുപക്ഷ അനുകൂലികൾ അത് അവിടെ അപ്പൊ തന്നെ പബ്ലിഷ് ചെയ്ത് മറ്റൊരു രീതി കൂടിയാണ്. അത് നമ്മളെ
വി ഡി സതീശൻ സാറൊക്കെ എന്ത് ഭംഗിയായി കലാപരമായിട്ടാണ് അത് അവതരിപ്പിച്ചത്, കേട്ടില്ലേ? അതേപോലെ വലിയൊരു ദോഷം ചെയ്തു. വി ഡി സതീശൻ പറഞ്ഞത് മുമ്പ് നമ്മൾ പ്രണയാർദ്ധരായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ കൂട്ടുണ്ടായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്താൻ. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ് റെഡിയാക്കുമ്പോ ഇപ്പൊ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തത് പറഞ്ഞു എന്ന് പറയുന്നത് ഇവിടെ സാധാരണ സഖാക്കള് പറഞ്ഞു അത് പറഞ്ഞതാണ് അല്ലേ? ശരി. അപ്പൊ അത് ഏതായാലും പരാജയത്തിന്റെ ആക്കം കൂട്ടാൻ അതൊരു ഘടകമായി എന്ന് താങ്കളും കരുതുകയാണ്. ശരി, മോഹൻദാസ് ആലത്തൂർ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ മോഹൻദാസ്, നമസ്കാരം. നമസ്കാരം. ഈ വെർബൽ ഡയറിയെ ബാധിച്ച കുറെ നേതാക്കന്മാര് ഈ എല്ലാ പാർട്ടിയിലുണ്ട്. അവര് ഈ പാർട്ടികളെ മുഴുവനും പ്രതിരോധത്തിലാക്കുക ചെയ്യുക. അതാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ നിലമ്പൂരില് ഈ UDF ഒറ്റക്കെട്ടായിട്ട് നിന്ന് യോജിച്ച് പ്രവർത്തിച്ചതിന്റെ ഒരു ഫലമാണ് അവിടെ കിട്ടിയത്. ഇത് പാലക്കാട് അവിടെ അതേപോലെ തന്നെ മുമ്പ് ഉണ്ടായിരുന്നത്. അതിനെപ്പറ്റി തൃക്കാക്കര അവിടെയൊക്കെ നന്നായി അതേപോലെ തന്നെ അസ്ത്രമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഗോവിന്ദൻ മാഷ് ഈ ഒരു സ്ഥാനത്ത് വന്ന ഒരു മര്യാദ കാണിക്കുന്നതാണ്, ഒരു പക്വത കാണിക്കുന്നത്. അതില്ല. എന്തും ചെയ്യാന്നുള്ള നിലയ്ക്ക് പാർട്ടി പ്രതിരോധത്തിലേക്ക്. അല്ലാണ്ട് ഇപ്പോ ഗോവിന്ദൻ മാഷ് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു ഇതല്ല, അതൊരു ആക്കം കൂട്ടി എന്നല്ലാണ്ട് ജയിച്ചത് കാര്യങ്ങൾ വേറെ കാര്യങ്ങൾ. ഇവരുടെ അത് പറയുന്നില്ലേ പുറത്ത്, ഇവരുടെ പിടിപ്പുകേട് തന്നെയാണ് ഇവരുടെ ഭരണത്തിലുള്ള വൈകല്യങ്ങൾ, മറ്റേ ആന്റി ഇൻക്യുമെന്റൻസി എന്നൊക്കെ പറയുന്നതൊക്കെ. പക്ഷെ അത് സമ്മതിക്കുന്നില്ല. അത് മുമ്പും പറയുന്നില്ല, അവർ ഇപ്പോഴും പറയുന്നില്ല. ഏതായാലും പരാജയപ്പെട്ടു എന്നത് അത് അവർ പഠിച്ചു തിരുത്തും എന്നൊക്കെയാണ് പറയുന്നത്. നോക്കാം നമുക്ക്, അല്ലേ? യെസ്. അപ്പോൾ താങ്ക് യു ശ്രീ മോഹൻദാസ് ആലത്തൂർ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട്, ഈ പ്രസ്താവന വർഗീയ ചേരിതിരിവിന് വഴിവെച്ചു എന്ന ആരോപണം എന്തെങ്കിലും കഴമ്പുള്ളതാണോ? ഒരിക്കലും അല്ല. അതൊന്നും ഞാനതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. കാര്യം അതൊന്നും അല്ല. ഇത് അൻവർ കൊണ്ടുപോയ വോട്ടുകളാണ് യഥാർത്ഥത്തിൽ ഈ വിജയത്തിന്റെ മാറ്റു കൂട്ടിയത്. അല്ലാതെ ഒരിക്കലും ഞാൻ ഈ അവസാന നിമിഷം അദ്ദേഹം വിളിച്ച് പറഞ്ഞതൊന്നും അതൊന്നും അവിടെ വിലക്കെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനേക്കാളും വലിയ വെടികളൊക്കെ നേരത്തെ പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ അത്രയ്ക്ക് വിവരമില്ലാത്ത ആൾക്കാരൊന്നും അല്ല നിലമ്പൂരത്ത്. അൻവർ പിടിച്ച 20,000 വോട്ടെന്ന് പറഞ്ഞ അൻവർ ഒരു LDFന്റെ MLA ആയി 10 വർഷത്തോളം അവിടെ നിന്ന് ആൾക്കാരുമായിട്ടും അത്ര ഇടപഴകി നിന്ന ഒരു വ്യക്തിയാണ് അൻവർ. പിന്നെ ആ കൊണ്ടുപോയ വോട്ട് പിന്നെ ഇപ്പുറത്ത് വീഴേണ്ട വോട്ടായിരുന്നു, അതിൽ യാതൊരു സംശയമില്ല. എങ്കിൽ ഇവർ നിലനിടാതെ പോകും. അതും പോട്ടെ, സഹിക്കാം, അതൊക്കെ അങ്ങ് കഴിഞ്ഞ കാര്യം. അത് കഴിഞ്ഞിട്ട് ഇവർ പണ്ടുള്ള ആൾക്കാർ പറയുന്നതൊക്കെ തമ്മിലടി നോക്കി നല്ലൊരു ജയം കിട്ടി, സന്തോഷിച്ച് ആ ഐക്യത്തോടു കൂടി ആ തെരഞ്ഞെടുപ്പ് സമയത്ത് നിന്ന് ആ ഒരു ഐക്യത്തോടു കൂടി മുന്നോട്ട് പോയി. ഇന്നൊക്കെ ഓരോന്നിന്റെ പ്രസ്താവനകൾ ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും പേപ്പട്ടികൾ തമ്മിൽ കടികൾ കൂടും പോലെ ഒരുത്തനെ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നു, മറ്റൊന്ന് കടികൂടുന്നു ഒരാള്. അത് പരസ്പര സഹവർത്തിത്വമല്ലേ അവിടെ പ്രകടമായത്? ഒരാൾ പറഞ്ഞു ഞാൻ ക്യാപ്റ്റൻ ആണെങ്കിൽ അദ്ദേഹം മേജറാണ്, എന്നേക്കാൾ മുകളിലാണെന്നല്ലേ പറഞ്ഞത്. അതായത് ഇവരെ തോപ്പിക്കുന്നത് ഇവര് തന്നെയാണ്. അല്ല, അതിന് അവിടെ എവിടെ തർക്കം കണ്ടില്ലല്ലോ, തർക്കമൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരാൾ ഒരു പ്രസ്താവന ഇറക്കുന്നു, അതിനെ എതിർത്തുകൊണ്ട് വേറൊരാൾ ഇറക്കുന്നു. ഇവനൊക്കെ മിണ്ടായിരുന്നൂടെ? ഒരു നല്ലൊരു ചാൻസ്, ഇതേപോലുള്ള ചാൻസുകൾ നല്ല രീതിയിൽ. അത് ഞാൻ എവിടെയും കേട്ടില്ല. എന്താണ് അങ്ങനെ അങ്ങ് കരുതുന്നത്? എനിക്കറിയാം. ഉണ്ണിത്ത ഒരു സൈഡിൽ നിന്ന് തുടങ്ങി, പിന്നെ ചെന്നിത്തല വേറെ സൈഡിൽ നിന്ന് തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾ കേൾക്കാത്തോണ്ടായിരിക്കും, നിങ്ങൾ ഒന്നും ശ്രദ്ധിച്ചോണ്ടായിരിക്കും, നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല, അങ്ങനെയല്ല. അദ്ദേഹം അത് അങ്ങനെയല്ലല്ലോ പറഞ്ഞു. അത് VD സതീശനെ അംഗീകരിച്ചല്ലേ അദ്ദേഹം ടീം എഫേർട്ട് എന്നല്ലേ പറഞ്ഞത്. അത് തന്നെ. ഇതിനൊക്കെ ഓരോരുത്തർ മത്സരിക്കുന്നതിന് ജനങ്ങൾ കൊടുത്ത വോട്ട് ഇവര് ഒറ്റക്കെട്ടായിട്ട് നിന്നതിന് ജനങ്ങൾ കൊടുത്ത് ജയിച്ചു വന്നൊരു ഇതാണ്. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണോ അതേ തമ്മിലടിച്ച് ഇല്ലാതാക്കണോ? ഗോവിന്ദൻ മാഷിന്റെ മണ്ടയിൽ ചെന്ന് കയറേണ്ട വല്ല കാര്യമുണ്ട്? ഇവരെ ഉദ്ദേശം വേറെ ഒന്നുമല്ല. ഇത് ഇദ്ദേഹം പറഞ്ഞതാണെന്ന് വരുത്തി തീർത്തിട്ട് അദ്ദേഹത്തിന് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കും പോലെ പാർട്ടിക്കകത്തുനിന്ന് ഭയങ്കരമായിട്ടുള്ള വിരോധം ഉണ്ടാക്കണം. അതിനുള്ള ഒരു ഗൂഢനീക്കമാണെന്നാണ് താങ്കൾ കരുതുന്നത്. ഓക്കെ, മറ്റു പ്രേക്ഷകർ കൂടി കാത്തു നിൽക്കുന്നുണ്ടാണ്. ശ്രീ സുരേന്ദ്രൻ കുറേ ദിവസമായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് ഇന്ന് പക്ഷേ സുരേന്ദ്രൻ വിളിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം സുരേന്ദ്രൻ ഒരുപക്ഷെ വലിയ താല്പര്യമുള്ളൊരു വിഷയമാണ് രാഷ്ട്രീയം, അതിൽ പ്രത്യേകിച്ച് ഇത്തരം ഒരു വിശകലനം ആവശ്യപ്പെടുന്ന ഒരു സ്ഥലത്ത്. അപ്പോൾ ശ്രീ സുരേന്ദ്രൻ, ഇത് ഈ ഗോവിന്ദൻ മാഷിൻ്റെ വാക്കുകളെ വളച്ചൊടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ വളച്ചൊടിക്കപ്പെട്ടതാണോ? എന്താണ് അവിടെ സംഭവിച്ചത്? നമസ്കാരം സാറേ. എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഈ വിഷയത്തിലല്ല താല്പര്യം. ഇന്ന് സുംബോ ഡാൻസും മറ്റുള്ളതൊക്കെ എടുക്കുന്നത് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് എന്തായാലും വരാം. അത് സുംബോ നമുക്ക് ഇന്ന് വൈകുന്നേരം ഒരു ചർച്ചയുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ നമുക്ക് എല്ലാ വിഷയങ്ങളും എല്ലാ ചർച്ചകളും ഒരേ വിഷയത്തിലാകണ്ട എന്ന് കരുതിയതുകൊണ്ട് മാറി എടുത്തു എന്നുള്ളൂ. മാത്രമല്ല, ഇപ്പോൾ MV ഗോവിന്ദൻ മാഷിന്റെ വാർത്താ സമ്മേളനം ഉണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അദ്ദേഹം ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറയുമല്ലോ, നോക്കാം.
അതുകൂടി കണക്കിലെടുത്ത്. സാർ, ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ ഗോവിന്ദ മാഷ് പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വിഷയമാണ്. അതൊരു ചർച്ചാ വിഷയമായി വന്നിട്ടുണ്ട്. അതേമാതിരി തന്നെയല്ലേ ചോദിച്ചു, വസ്തുതകൾ പറയുമ്പോൾ അത് വിവാദമാകുന്നത് എങ്ങനെയെന്ന ചോദ്യം, അതാണ് കൂടുതൽ കുഴപ്പമാക്കിയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വസ്തുതകൾ നമ്മൾ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നുള്ള ആലോചിക്കണം. മറ്റേ ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചാമക്കാലിയും ഈ ഷൗക്കത്തും ഇപ്പൊ ജയിച്ച ഷൗക്കത്തും പറഞ്ഞു ഗവൺമെന്റ് സ്പോൺസേഡ് കൊലപാതകമാണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പയ്യൻ മരിച്ചില്ലേ, അത് വന്നു. പിന്നെ നമ്മുടെ വി ഡി സതീശൻ സാറ് പറഞ്ഞു മറ്റേ ജുമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്ര ഇതൊക്കെ അവിടെ ചർച്ചാ വിഷയമായി. പക്ഷെ ഷൗക്കത്തിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. അതിന്റെ വിജയത്തിന്റെ വലിയ ഗോവിന്ദ മാഷ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മാത്രം ഞാൻ കരുതുന്നില്ല. കാരണം അത് അദ്ദേഹം പാർട്ടി സെക്രട്ടറി. പക്ഷേ എന്തുകൊണ്ട് തോറ്റു സുരേന്ദ്രൻ, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഗോവിന്ദ മാഷ് മനസ്സിലാക്കുന്നത് അവിടെ അൻവർ എന്ന് പറഞ്ഞ നേരത്തെ പോത്തങ്കോട് നിന്നു ആ സാറ് പറഞ്ഞ മാതിരി തന്നെ അൻവർ ഈ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്ന് കുറെ വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ വോട്ടുകൾ, പിന്നെ ഷൗക്കത്തിന്റെ വിരുദ്ധമായ വോട്ടുകൾ. ആ ഷൗക്കത്തിന്റെ വിരുദ്ധമായ വോട്ടുകൾ ഇടതുപക്ഷത്തിന് കിട്ടേണ്ടതായിരുന്നു, അത് അൻവറിലേക്ക് പോയി. ഈ ഭരണപക്ഷത്തുള്ള വോട്ടുകളും അൻവറിന് പോയി. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളതാണ്. ഗോവിന്ദ മാഷിന്റെ പ്രതികരണം വലിയ ഇതല്ല, അതൊന്നും വലിയ ഇതൊന്നുമില്ല. പക്ഷെ അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാന്നല്ല, അതും വോട്ടിനെ പറ്റിയിട്ടൊന്നും വലിയ ഇതൊന്നുമില്ല. പക്ഷെ ആള് പറയാൻ പാടില്ലാത്തതാണ്. ആൾ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇങ്ങനെ ഒരു സമയത്ത് ഒരിക്കലും പറയാൻ പാടില്ല. പിന്നെ പ്രത്യേകിച്ച് CPM-ന്റെ ഈ മുതിർന്ന നേതാക്കന്മാരുണ്ട്, EP ജയരാജൻ, അതുപോലെ AK ബാലൻ, മറ്റേ രമ്യ ഹരിദാസിനെ പറഞ്ഞില്ലേ, ഇവരൊക്കെ വായല് ഈ ഇലക്ഷൻ വരുമ്പോ എന്തെങ്കിലും മൈക്ക് കാണുമ്പോ മുഖ്യമന്ത്രി പറഞ്ഞ് കറക്റ്റാണ്. ഇവര് ഈ മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ കാണുമ്പോഴേക്ക് എന്തെങ്കിലും തോന്നിവാസങ്ങള് ഓരോ ഇലക്ഷനിലും വിളിച്ചു പറയും. അതിന്റെ താഴെ തട്ടിലുള്ള ആളുകൾ അതിനെ പ്രതിരോധിക്കാൻ കിടന്ന് കാണിക്കുന്നത് കാണണം. ഈ പാലക്കാട് ഇലക്ഷനിൽ മറ്റേ അവിടുത്തെ കൃഷ്ണദാസാണെന്നാണ് ഈ പറഞ്ഞ മാതിരി. ഇതേമാതിരി തന്നെ ഈ മുതിർന്ന നേതാക്കന്മാർക്ക് മൈക്ക് കണ്ടു കഴിഞ്ഞാൽ എന്ത് തോന്നിവാസം വിളിച്ചു പറയും. അതിന് താഴെ തട്ടിലുള്ള ആൾക്കാർ അതിനെ പ്രതിരോധിക്കാൻ നടക്കണം. ഇതാണ് CPM-ന്റെ പ്രശ്നം. മുതിർന്ന നേതാക്കൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതിനേക്കാളും കൂടുതൽ വോട്ട് കിട്ടും. ഈ 10,000 11,000 ആയില്ലെങ്കിലും അതൊരു 5,000-ലെങ്കിലും ചുരുക്കാമായിരുന്നു. ഈ വക വർത്തമാനങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിച്ചു പറയേണ്ടതാണ് എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അനിയൻകുട്ടൻ എന്നോടൊപ്പം ചേരുന്നത്. അനിയൻകുട്ടൻ. സാറേ നമസ്കാരം. ഇപ്പം ഗോവിന്ദൻ മാസ്റ്ററെയാണ് ഇപ്പം ചർച്ച നടന്നുണ്ട്. അത് ശരിയാ സാറേ. അല്ല, ശ്രീ അനിയൻകുട്ടൻ പക്ഷേ വിചാരിച്ചത് അവിടെ UDF ജയിക്കുമെന്നാണ്, വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചു. ഭൂരിപക്ഷം ഇത്ര മതിയായിരുന്നോ? എന്താണ് കണക്കൂട്ടൽ? ഭൂരിപക്ഷം കുറഞ്ഞു പോയി, ഞങ്ങൾ പറഞ്ഞാലൊക്കെ കുറഞ്ഞു പോയി. അവസാരമില്ല, ജയിക്കുന്നുള്ള ഉറപ്പായിരുന്നു. ഇവരെ ഗോവിന്ദ മാഷ് പറഞ്ഞ കാര്യമൊക്കെ ശരിയാണ്. ഞങ്ങളുടെ ഈ പഞ്ചായത്ത് തന്നെ 14 വാർഡ്, ഈ 14 വാർഡിലും BJP വോട്ട് CPM-നാണ്. അവിടെ ഒറ്റയ്ക്ക് 10-14 സീറ്റ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്. ഈ ഇവര് സഖ്യമായ പിന്നാണ് ഇപ്പൊ 1-2 സീറ്റിന്റെ വ്യത്യാസമേ ഭരിക്കുന്നുള്ളൂ LDF ഭരിക്കുന്നത്. ബാക്കി എല്ലായിടത്തും BJP-ക്ക് 2 സീറ്റ് കിട്ടിയപ്പോഴത്തേനും ഇടത്തും സഖ്യമാണ്. ഇല്ലെന്നൊന്നും പറയാൻ നോക്കിയാൽ ഗോവിന്ദ മാഷ് പറഞ്ഞ കറക്റ്റ് കാര്യം തന്നെയാണ്. അതെന്തെല്ലാം തേച്ചു മതി. ഇവര് കള്ളം പറയുന്ന പോലെ ആരെങ്കിലും ഈ ലോകത്ത് കള്ളം പറയുമോ? പച്ചയ്ക്ക് കള്ളം പറയുന്ന പാർട്ടിയല്ലേ. മന്ത്രിമാരും നേതാക്കളും മൊത്തം കള്ളം പറയുന്നത് ഇന്ന് കള്ളത്തിന് കളി നാളെ അത് ഇല്ലെന്ന് പറയുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം ഇത് ഞങ്ങളുടെ പാർട്ടി ഞങ്ങൾ സ്പഷ്ടമായിട്ട് കാണുന്നുണ്ടിരിക്കുന്നതല്ലേ. രാഷ്ട്രമായിട്ട് ഇവരെ BJP-ആയിട്ട് നല്ല കയ്യാണ്. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അഭിലാഷ് കൂടി എന്നോടൊപ്പം ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന്. അഭിലാഷ്. ശ്രീ അഭിലാഷിന് എന്ത് തോന്നുന്നു? അവിടുത്തെ ഫാക്ടർ അൻവർ ആണോ എന്ന് മാധ്യമങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ചോദിച്ചു തുടങ്ങിയാണ്. 2 മുന്നണികളും അൻവർ ഒരു ഘടകമേ അല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ പരാജയം പെട്ടവർ അൻവർ ഒരു ഘടകമാണ് എന്ന് സമ്മതിക്കുന്നു. വിജയിച്ചവരിലും ചില മുൻ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ കരുതുന്ന അൻവർ ഉണ്ടായിരുന്നെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാമായിരുന്നു എന്നാണ്. ശ്രീ അഭിലാഷ് എന്ത് കരുതുന്നു? അൻവർ ഒരു ഘടകമായിരുന്നോ? എന്റെ അഭിപ്രായത്തിൽ അൻവർ ഒരു ഘടകമേ അല്ലായിരുന്നു. അൻവറിനെ ഘടകമാക്കിയിരുന്നെങ്കിൽ ഇപ്പൊ അൻവർ 10 വോട്ടിന് ഷൗക്കത്ത് ജയിച്ചെങ്കിലും അത് അൻവറിന്റെ കഴിവാണെന്നും പറഞ്ഞ് മറ്റേ ഈ കിരീട സിനിമക്കകത്ത് പിന്നെ ഇത് കൊച്ചിൻ ഹനീഫ് നടക്കണ പോലെ നടന്നേനം. പിന്നെ നന്ദിയുണ്ട് മാഷെ എന്ന് ഒരു റെഡ് ആർമി എന്ന് പറഞ്ഞു. അതിപ്പോ സാറിന് വേണമെങ്കിലും ചെക്ക് ചെയ്യാം. അത് കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവികളുടെ ഇതൊന്നുമല്ല. അവിടെ നന്ദിയുണ്ട് മാഷെ എന്നൊരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തേ. പിന്നെ ഏറ്റവും വലിയ ഒരു കടപ്പാടെന്ന് വെച്ചാൽ വിജയരാഘവൻ, ഈ ഗോവിന്ദൻ മാഷ്, റഹീം അവരെ പോലൊക്കെ ഉള്ളവരാണ് UDF-ന്റെ ഐശ്വര്യം ഒന്നേ ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനൊക്കെ പറ്റില്ല. അവരൊക്കെ എവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഭൂരിപക്ഷം കൂടി വരികയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ച ഇത്രയും ഭൂരിപക്ഷം കിട്ടില്ലെങ്കിലും 11,000 ചില്ലുവാനെന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിട്ട് തള്ളിക്കളയൊന്നും വേണ്ട. മറുപക്ഷത്ത്
എത്രയോ വോട്ടിനാണ് എത്രയോ വോട്ട് കയ്യിൽ നിന്ന് പോയെന്ന് ഒന്ന് ചിന്തിക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തെ അൻവറിന്റെ ഭൂരിപക്ഷമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, 2000 സംതിങ് അല്ലായിരുന്നു സാറേ, അല്ലേ? അപ്പൊ അതിന്റെ രീതിക്ക് എന്ന് പറയുമ്പോൾ ഇനിയും ഇതുപോലുള്ള ഈ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഇതുപോലുള്ള വിവരക്കേടുകളൊക്കെ വിളിച്ചു പറയണേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, ഓക്കെ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകൻ ഇതയം മുരളിയാണ് അടുത്ത് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ ഇതയം മുരളി ഒരു പൊതുപ്രവർത്തകനാണ്. പൊതുവേദിയിലേക്ക് പക്ഷേ കുറച്ച് ദിവസങ്ങളായി വിളിച്ചിട്ടില്ല. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ അത്ഭുതപ്പെടുകയായിരുന്നു. എന്ത് പറ്റി ശ്രീ ഇതയം മുരളി? തിരക്കിൽപ്പെട്ടു പോയോ അതോ മഴ ആയതുകൊണ്ടാണ്? സാറേ നമസ്കാരം. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, കിട്ടുന്നുണ്ട്. മറ്റേ നമ്മുടെ കിരൺ സാറായിരുന്നു. ശരി. ഞാൻ ഇവിടെ നിലമ്പൂർ ഇലക്ഷനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് സംസാരിച്ചായിരുന്നു. ശരി. ഓഹോ, അപ്പൊ ഞാൻ ഇല്ലാത്ത ദിവസമാണ് വിളിച്ചത്. ഒരു മിനിറ്റ് ഒന്ന് നിൽക്കണേ. എം വി ഗോവിന്ദൻ ഈ വിഷയത്തിൽ മറുപടി പറയും, നമുക്ക് നോക്കാം. സർക്കാർ മുന്നോട്ടേക്ക് വെച്ച ഹിന്ദുത്വവാദത്തിനെതിരെ മതനിരപേക്ഷ ഉള്ളടക്കത്തിനു വേണ്ടി വാദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഹിന്ദുമത വിശ്വാസിയായ മഹാത്മാഗാന്ധി തന്നെയായിരുന്നു എന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് നല്ല പരിചയമുള്ളൊരു പേരാണ്. ഇസ്ലാമിക മതരാഷ്ട്രവാദങ്ങൾക്കും ശക്തിയായ എതിർപ്പ് സ്വീകരിച്ച സമീപനം നമ്മൾ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് കണ്ടതാണ്. ഇത്തരത്തിൽ മതവിശ്വാസികളായ ജനതയെ മതരാഷ്ട്രവാദികളുടെ കൈകളിലേക്ക് എത്തിക്കുന്ന പ്രശ്നം സജീവമായി ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ടേക്ക് വെക്കുന്നു. ഇതിനെതിരായി മതവിശ്വാസികളായ ജനത രംഗത്ത് വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ മതവിശ്വാസികൾക്കും ഒന്നായി ജീവിക്കാൻ കഴിയുന്ന കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം അത് തകർക്കുന്നതിനു വേണ്ടിയാണ് ഈ കൂട്ടുകെട്ട് രൂപപ്പെടുന്നത്. ഇതിനെ ശക്തിയായി നേരിടേണ്ടത് ജനാധിപത്യ മതനിരപേക്ഷ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നന്നായി വായിക്കുകയും പഠിക്കുകയും എഴുതുകയും ചെയ്യുന്നവരായി മാറിയ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ കാലം മുതൽ ഇങ്ങോട്ട് എല്ലാവർക്കും അറിയാം. നമ്മുടെ ജനാധിപത്യ സമൂഹത്തിന് തന്നെ അത് വളരെ പ്രധാനപ്പെട്ട മുതൽക്കൂട്ടാണ് താനും. ദേശീയ പ്രസ്ഥാനത്തിലെ നേതാക്കളെല്ലാം ഇത്തരത്തിലുള്ള രീതി കാത്തുസൂക്ഷിച്ചവരാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യയെ കണ്ടെത്തലും വിശ്വചരിത്രാവലോകനവും എല്ലാം ഇത്തരമൊരു സംസ്കാരത്തിന്റെ ഭാഗമായി ഉയർന്നു വന്നതാണ്. കേരളത്തിൽ സഹ VMSന്റെ തന്നെ നിരവധി ഗ്രന്ഥങ്ങൾ, സ്വാതന്ത്ര്യസമര ചരിത്രം ഉൾപ്പെടെ ഈ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് രൂപപ്പെട്ട് വന്നത്. സ്വരാജ് സ്ഥാനാർത്ഥിയായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വന്നപ്പോൾ കാര്യങ്ങൾ വായിക്കുകയും പഠിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഫലപ്രദമായി നിലപാടുകൾ വിശദീകരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ നല്ലപോലെ ആ മണ്ഡലവും കേരളവും അദ്ദേഹത്തെ അംഗീകരിച്ചു. എന്നാൽ ചില ബുദ്ധിജീവികളും UDF എടുത്ത നിലപാട് വളരെ വിചിത്രമാണ്. നിലമ്പൂരിൽ എടുത്ത നിലപാട് വായിക്കുകയും പഠിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നത്
മഹാ അപരാധമാണ് എന്ന നിലയിൽ UDFും ഞാൻ ഈ പറഞ്ഞ വിഭാഗം ആളുകളും സാംസ്കാരിക കേരളത്തിലെ തന്നെ അപമാനം സൃഷ്ടിക്കുന്ന ക്യാമ്പയിനാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. കേരളത്തിലാകമാനം നമുക്ക് ആ വാർത്തയുടെ ശ്രീ MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിന്റെ ഭാഗങ്ങളിലേക്ക് വീണ്ടും വരാം. ഇതേ മുരളി, താങ്കൾ ലൈനിലുണ്ടോ? എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പരാജയം സംഭവിക്കുമ്പോൾ അവര് ചില കാരണങ്ങൾ ഉയർത്തിക്കൊണ്ട് വരാറുണ്ട്. പരാജയപ്പെട്ട ഇന്നതാണ് കാരണം, പരാജയപ്പെടാൻ കാരണം ഇന്നതാണെന്ന് പറയാറുണ്ട്. അപ്പോ ഉത്തരവാദിത്തപ്പെട്ട പത്രപ്രവർത്തകരും പിന്നെ നമ്മളെ സാമാന്യ ജനങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവര് പറയുന്ന പച്ചക്കള്ളം അതേപടി അങ്ങ് വിഴുങ്ങാനൊന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല. നമുക്ക് ഒരു കേരളത്തിലുള്ള ഒരു മനുഷ്യനും അത് പറ്റത്തില്ല. കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ, ഈ നിലമ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ CPMന്റെ പരാജയം ഭരണപരാജയം അഴിമതിയും മാത്രമാണ്. അപ്പൊ അതല്ല എന്ന് ജനത്തിന്റെ മുന്നിലൊന്ന് ഓളമിടാൻ വേണ്ടിയാണ് ഈ CPMന്റെ നേതാക്കന്മാരും എല്ലാം ഈ പ്രസ്താവനകൾ ഇറക്കുന്നത്. കാരണം അവിടെ മലപ്പുറത്ത് തന്നെ താനൂരിൽ നടന്ന സംഭവം നമുക്കറിയാം. കഴിഞ്ഞ വോട്ടെടുത്ത് ഉല്ലാസയാത്രയ്ക്ക് കൊടുത്ത് 10-23 പേരെ കൊന്നൊടുക്കിയ സർക്കാരാണിത്. ഈ സർക്കാരിന് അവിടെ എങ്ങനെ വോട്ട് കിട്ടും? അങ്ങനെ ആ ഭരണപരാജയം. അത് മാത്രമല്ല, വനം വകുപ്പിൽ ഞാൻ മുമ്പും സൂചിപ്പിച്ചിട്ടുള്ളതാണ്, വനം വകുപ്പില് കാട്ടുമൃഗങ്ങളെ ഇറങ്ങി സാമാന്യ ജനങ്ങളെ കടിച്ചു കീറുകയും കുത്തിക്കൊല്ലുകയും ചവിട്ടിക്കൊല്ലുകയും ചെയ്യുന്ന അതിദാരുണമായ സംഭവം ഇപ്പോഴും തുടർന്നുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ആ വനം വകുപ്പ് മന്ത്രിക്ക് ക്രിയാത്മകമായ യാതൊരു പ്രവർത്തനവുമില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എങ്ങനെ CPMന്റെ സ്ഥാനാർത്ഥി വിജയിക്കും? അതൊക്കെ ആണ് നമ്മൾ ചോദിക്കേണ്ടത്. ഈ CPMന്റെ അല്ലെങ്കിൽ ഭരണത്തിൽ ഇരിക്കുന്നവരോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ അതാണ്. അവരെ ഇപ്പോ നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോ RSSുമായിട്ടുള്ള ബന്ധമാണ് ജനങ്ങൾ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്തൊരു മണ്ടത്തരമാണ് ഈ പറഞ്ഞുകൊണ്ട് വെക്കുന്നത്. അത് നമ്മൾ ആലോചിക്കണം. നമ്മൾ വളരെ ഒരു CPM ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ഒന്ന് നല്ലവണ്ണം ചിന്തിച്ചിട്ട് പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ്. കാര്യം അവര് ഏതൊരു കാര്യത്തിനെയും ആട്ടിനെ പട്ടിയാക്കുന്ന ഒരു സംസാരമാണ് അവർക്കുള്ളത്. അത് വലിയ നേതാക്കന്മാരും അത് തന്നെ, ചെറിയ നേതാക്കന്മാരും അത് തന്നെ. നമ്മൾ അതിന് വേണ്ടി കൊടുക്കരുത്. ഈ തെരഞ്ഞെടുപ്പിൽ CPMന്റെ അഴിമതിയും ഭരണത്തിലുണ്ടായ അഹങ്കാരവും ദാർഷ്ട്യവും ഒക്കെ ജനങ്ങള് വ്യക്തമാണ്. ഏതായാലും അതാണ് താങ്കളുടെ നിലപാട്, അത് കൃത്യമാണ്. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം ഷിജു ചേർന്നിട്ടുണ്ട്. ഷിജു പറയുന്നത് ഗോവിന്ദൻ മാസ്റ്റർ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദി LDF ഡിബേറ്റ് എന്നാണ്. അതുപോലെ അരുന്ധതി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. എനിക്ക് നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വാസുദേവൻ എന്നോടൊപ്പം ചേരുന്നത് ഹരിപ്പാട് നിന്നാണ്. ശ്രീ വാസുദേവൻ. യെസ്, ശിവദാസൻ കൂടി എന്നോടൊപ്പം ചേരുന്നു. ശിവദാസൻ സാർ, നമസ്കാരം. സാർ നമസ്കാരം. എനിക്കിപ്പോ പറയാനുള്ള, അന്ന് ഞാൻ ഈ സാറിന് വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിലമ്പൂരിൽ വോട്ട് ചെയ്യുന്ന ജനങ്ങൾ ആലോചിച്ച് വേണം നിങ്ങളുടെ മൗലിക അവകാശം രേഖപ്പെടുത്താൻ. സാറിനോട് പറഞ്ഞ കാര്യമാണ് പൊതുവേദിയിൽ. അത് കറക്റ്റ് അവർ ചെയ്തു. അതായത് LDFന്റെ ഭരണപരാജയവും അഴിമതി ഭരണവും തോർത്തും ജനങ്ങളെ മനസ്സിലാക്കാതെ ഭരിച്ചത് കൊണ്ട് ജനങ്ങളെതിരെ വിധിയാണത്. അതുപോലെ തന്നെ സാർ, അൻവർ പിണറായിയും തോൽപ്പിച്ചു, പരാജയമാണ് ഇതിന്റെ കാരണം എന്ന് പൊതുവുള്ള അഭിപ്രായത്തോടൊപ്പമാണ് താങ്കൾ നിൽക്കുന്നത്. എനിക്കൊരു ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്നൊരു ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. സാങ്കേതിക നമ്മുടെ അടുത്ത പ്രേക്ഷകൻ കൃഷ്ണൻകുട്ടി മണിമലയിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ കൃഷ്ണൻകുട്ടി, ഇപ്പോൾ MV ഗോവിന്ദൻ മാഷിൻ്റെ വാക്കുകൾ കേട്ടു. അവിടെ വർഗീയ ശക്തികൾ ഒരു വശത്ത് നിന്നു, അതിനെതിരെ ഇനി മതവിശ്വാസികൾ ശക്തമായി കൂട്ടുചേർന്ന് രംഗത്ത് വരണം എന്ന് പറയുന്നു. എല്ലാ കാര്യങ്ങളും ഫലപ്രദമായി വിശദീകരിക്കാൻ കഴിയുന്ന എഴുത്തും വായനയും അങ്ങനെയൊക്കെയുള്ള ഒരു സാഹിത്യ സംസ്കാരമുള്ള ഒരു നേതാവിനെയാണ് അവിടെ അണിനിരത്തിയത്. പക്ഷേ ബുദ്ധിജീവികളും UDFും അതിന് വിചിത്രമായ നിലപാടുമായി വന്നു. അവരതിനെ വായിക്കുന്നതെന്തോ മഹാ അപരാധമാണെന്ന തരത്തിൽ പറഞ്ഞു. അങ്ങനെ ഉള്ള പ്രചരണങ്ങൾ ഉണ്ടായി എന്നാണ് MV ഗോവിന്ദൻ മാഷ് ഇതിനെ വിശദീകരിക്കുന്നത്. അങ്ങ് ഈ ഘട്ടത്തിൽ അവിടെ നിലമ്പൂരിൽ
എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി കാണുമല്ലോ. അങ്ങ് പ്രതീക്ഷിച്ചത് അവിടെ ഇടതുപക്ഷത്തിൻ്റെ വിജയമായിരുന്നു. എന്തുകൊണ്ട് വിജയിച്ചില്ല എന്ന് ആലോചിച്ചപ്പോൾ എന്താണ് ശ്രീ കൃഷ്ണൻകുട്ടി മണിമലയ്ക്ക് തോന്നിയത്? നമ്മൾ നിലമ്പൂരിലെ കാര്യം പരിശോധിക്കുമ്പോൾ കുറെ അധികം കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അതിനെ അഫക്ട് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നോക്കണം. എന്തെന്ന് വെച്ചാല് അധാർമികമായ ചില കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി വെക്കുന്ന ഗുരുതരമായ കുഴപ്പങ്ങൾ എത്രയൊക്കെയാണെന്ന് കോൺഗ്രസ് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ ഈ ഞാൻ ചോദിക്കുന്നത് ഈ എം.വി. ഗോവിന്ദൻ മാഷിന്റെ പരാമർശം എന്തെങ്കിലും ഒതുക്കി നമുക്ക് ചർച്ച എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു പരിധിയില്ലേ, കുറെ പ്രേക്ഷകരുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ വിഷയം എം.വി. ഗോവിന്ദൻ മാഷിന്റെ പരാമർശമാണല്ലോ. എം.വി. ഗോവിന്ദൻ മാഷിന്റെ പരാമർശമാണെന്നുള്ള നിങ്ങളുടെ ദർശനമല്ലേ? ഞാൻ അതിലേക്ക് വരാം. അതല്ലേ നമ്മളെ വിഷയം. അപ്പൊ അതല്ലേ എല്ലാവരും ആ വിഷയത്തിലല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അങ്ങേക്ക് പറയാനുള്ളത് മുഴുവൻ പറയാൻ ഉണ്ടോ സമയം? അതിലേക്ക് വരണമെങ്കിൽ വേറെ ഒരു 2-3 സെന്റൻസ് അല്ലേ ഞാൻ പറയുള്ളൂ. ശരി നോക്കാം, നമുക്ക് എത്ര സമയം അങ്ങേക്ക് വേണം നോക്കട്ടെ. അതായത് പണ്ട് പഞ്ചാബില് കൂട്ടുകൂടാൻ പാടില്ലാത്ത ഒരാളുമായിട്ട് കൂട്ടുകൂടി പണ്ട് കോൺഗ്രസ്. ആരാന്നറിയോ? ഭിന്ദ്രൻ വാല എന്ന് പറയുന്ന ആള്. അവളുടെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ചെയ്തതാ. അത് അവസാനം എവിടെ ചെന്ന് അവസാനിച്ചു? ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി എന്ത് ബന്ധം? അതിലേക്കാ വരുന്നേ. അതിനു മുമ്പ് അതിന്റെ ആമുഖം പറയണ്ടേ? അതിന്റെ ആമുഖമായി പറയുന്നേ. ഇതൊരു പ്രസംഗമല്ലല്ലോ, നമ്മൾ പ്രത്യേകിച്ച് ആ പോയിന്റുകളിലേക്ക് വേഗം വന്നാൽ നമുക്ക് എന്നെ ഒരു സെന്റൻസ് പോലും പറയാൻ അനുവദിക്കാതെ കട്ട് ചെയ്താൽ എങ്ങനെയാ? അങ്ങ് ഈ പഞ്ചാബിലെ കഥ കൊണ്ട് തുടങ്ങി ആ കഥയൊക്കെ കഴിഞ്ഞില്ലേ? ഇപ്പൊ നിലമ്പൂരിൽ എന്തുകൊണ്ട് തോറ്റു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ രണ്ടുപേരും ഒരേ സമയത്ത് സംസാരിച്ച് ആരും ഒന്നും കേൾക്കൂല, മനസ്സിലാക്കേ. അവസാനം ബിന്ദുരന്റെ വാലയും പാർട്ടി ഇന്ദിരാഗാന്ധിയുടെ ജീവനം കൊണ്ട് പോയില്ലേ? ഇല്ലേ? അതിൽ നിന്ന് കോൺഗ്രസ് എന്തെങ്കിലും പഠിച്ചോ? അതേ കോൺഗ്രസ് നിലമ്പൂരിൽ ചെയ്തത് എന്താണ്? കൂട്ടുകൂടാൻ പാടില്ലാത്തവരൊക്കെ ആയിട്ട് കൂട്ടുകൂടി. BJP വരെ കോൺഗ്രസ് വോട്ട് ചെയ്തതെന്ന് BJP സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞു, ഇല്ലേ? അവസാനം ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് എത്രമാത്രം അപകടകാരിയായ ഒരു സംഘടനയാണെന്ന് ലോകത്തിൽ എല്ലാവർക്കും അറിയാം. കോൺഗ്രസ്സുകാർക്ക് മാത്രം അറിയാൻ പാടില്ലാത്തതായിട്ടുള്ളത്. അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞു വന്നപ്പോഴേക്ക് ഈ ഗോവിന്ദ മാഷ് പറഞ്ഞതിനെ വക്രീകരിച്ച് വേറെ രീതി പറഞ്ഞൊപ്പിക്കാൻ നോക്കി. അങ്ങനെയാണ് അത് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അല്ല, ഗോവിന്ദ മാഷ് ഒരു അനാവശ്യ കാര്യവും പറഞ്ഞിട്ടില്ല. ഗോവിന്ദ മാഷ് ശ്രദ്ധ തിരിച്ചുവിട്ടത് അടിയന്തരാവസ്ഥ കാലത്ത് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ്സുകാരൊഴിച്ചും പിന്നെ ചില ഈ മുസ്ലിം ലീഗ് പോലുള്ള കുറെ കൊച്ചു പാർട്ടികൾ ഒഴിച്ചും ബാക്കി എല്ലാവരും ലോകം മുഴുവനും ഇന്ത്യ മുഴുവനും എതിർത്ത ഒരു സംഭവമായിരുന്നു അടിയന്തരാവസ്ഥ. അറിയാമല്ലോ. ആ അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോ ഈ കേരളത്തിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും കോൺഗ്രസ് നിലംപരിശാവുകയും ചെയ്തല്ലോ. ഇന്ദിരാഗാന്ധി വരെ തോറ്റല്ലോ. ഇതെല്ലാം സംഭവിച്ച കാര്യമല്ലേ? അത് ഗോവിന്ദ മാഷ് പറഞ്ഞതിനകത്ത് എന്താ കുറ്റം? ഗോവിന്ദ മാഷ് പറഞ്ഞ സത്യം തന്നെയാണ്. മനസ്സിലാക്കാൻ ഉള്ളവർ മനസ്സിലാക്കണം. പിന്നെ എഴുത്തുകാരും വായിക്കുന്നവരും ഒക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ONV കുറുപ്പിനെ തിരുവനന്തപുരത്ത് തോപ്പിച്ചെന്നോ? ONV കുറുപ്പ് എന്താ മോശപ്പെട്ട ആളായിരുന്നോ? തിരുവനന്തപുരക്കാർ ONV കുറുപ്പിനെ തോപ്പിച്ചില്ലേ? അങ്ങനെ എത്ര നല്ല ആളുകളെ നമ്മൾ കേരളത്തിൽ തോപ്പിച്ചിരിക്കുന്നു. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് നമ്മള് ഇന്ത്യയിൽ എല്ലായിടത്തും കോൺഗ്രസ് തോറ്റപ്പോ കേരളക്കാരെ അവരെ ജയിപ്പിച്ചത്. എന്തുകൊണ്ട് ജയിപ്പിച്ചു? കേരളക്കാർ വായിക്കുക അറിയില്ലാത്തവരുമായിരുന്നോ? അല്ല, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവരായിരുന്നു. അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കി മനുഷ്യനെ വഴിതെറ്റിച്ച് നേരായ മാർഗത്തിൽ ചിന്തിക്കാൻ അനുവദിക്കാതെ നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരെ. അതിന്റെ കൂടെ വർഗീയ ശക്തികളെല്ലാം കൂടി ഒന്നിച്ചു. ഇതൊക്കെയാണ് അവിടുത്തെ തോൽവിക്ക് കാരണം. അല്ല, ഗോവിന്ദ മാഷ് എന്തെങ്കിലും തെറ്റ് പറഞ്ഞുകൊണ്ടല്ല. ഗോവിന്ദ മാഷ് പറഞ്ഞത് 100% ശരിയാണ്. ഞാൻ അക്കാര്യത്തിൽ ഗോവിന്ദ മാഷിന്റെ കൂടെയാണ്. ഇനി അവതാരം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ, അതിന്റെ ബാക്കി പിന്നെ പറയാം. അല്ല, ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഗോവിന്ദൻ മാഷിന്റെ ആ പരാമർശം വോട്ടർമാരിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്തിയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു സ്വാധീനം ചെലുത്തിയിട്ടില്ല. കാരണം വോട്ടർമാർക്ക് വിവരമുള്ള വോട്ടർമാരാണ് നിലമ്പൂരുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ലൊരു ശതമാനം അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് സ്വരാജിന് ജയിക്കാൻ മാത്രമുള്ള വോട്ട് കിട്ടിയില്ല എന്ന് വെച്ചാല് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് 29,000 വോട്ടേ കിട്ടിയുള്ളൂ. ഒരു 9 മാസം മുമ്പ്. ആ 9 മാസത്തിൽ നിന്ന് ഇത്രയും നാൾ കൊണ്ട് അതേ നിലമ്പൂര് 66,060 വോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. ഇതൊക്കെ അങ്ങ് ഞാനും വായിച്ചു, ഗോവിന്ദ മാഷിന്റെ ആ കുറിപ്പൊക്കെ ഞാനും വായിച്ചു. പ്രിയങ്ക ഗാന്ധി ഒരു വശത്ത് നിൽക്കുമ്പോഴുള്ള ഒരു തരംഗമാണോ ആര്യാടൻ ഷൗക്കത്ത്? ഒരു തെരഞ്ഞെടുപ്പിൽ അവിടെ നേരത്തെ തോറ്റ അൻവറിനെ പോലെ ഒരാൾ തോൽപ്പിച്ച ആളാണല്ലോ ആര്യാടൻ ഷൗക്കത്ത്. ആ ആര്യാടൻ ഷൗക്കത്തിനെ വോട്ട് നിങ്ങൾ താരതമ്യം ചെയ്യുന്നു പ്രിയങ്ക ഗാന്ധിയുടെ എന്നിട്ട് പറയാം അതിനേക്കാൾ വിജയിച്ചു. ഞാൻ ശ്രീ കൃഷ്ണൻകുട്ടി മണിമലയുടെ ആ തന്ത്രമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത്
അത് ജനങ്ങൾക്ക് അത്ര കണ്ട് ബോധ്യമാകുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. അതിന്റെ ബാക്കി കൂടെ പറഞ്ഞിട്ടേ കട്ട് ചെയ്യാവുള്ളൂ. എന്ന് വെച്ചാല് നിലമ്പൂർ എന്ന് പറയുന്നത് LDFന്റെ ഒരു മണ്ഡലമേ അല്ല. 2 തവണ നിങ്ങൾ എങ്ങനെ ജയിച്ചു അവിടെ? LDF 2 തവണ എന്തെങ്കിലും ജയിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അബദ്ധവശാ ജയിച്ചതാ. അത് ശരാശരി വോട്ട് വെച്ച് നോക്കിയാല് നിലമ്പൂര് LDFന് ജയിക്കാനുള്ള വോട്ടില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ അൻവറിനെ കൂട്ടുപിടിച്ചത്. അൻവറിനെ കൂട്ടുപിടിച്ച് അൻവർ മത്സരിച്ച് ഇപ്രാവശ്യം ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോ ഈ നിലമ്പൂര് മണ്ഡലത്തിൽ LDF സർക്കാർ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളുടെ ചില കാര്യങ്ങളിലൊക്കെ ജനം വിചാരിച്ചു അൻവർ കൊണ്ടുവന്നതല്ലേ ഇത്, അതുകൊണ്ട് അൻവറിന് വോട്ട് ചെയ്യാന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് കുറച്ച് വോട്ട് അൻവറിന് അക്കൗണ്ടിലും പോയിട്ടുണ്ട്. LDF സർക്കാരിന്റെ മേൽ വീഴേണ്ടിയിരുന്ന വോട്ടുകള് അൻവർ അവിടെ MLA ആയിരിക്കുമ്പോൾ വന്ന വികസനം ആയതുകൊണ്ട് അത് LDF സർക്കാരിന്റെ അക്കൗണ്ടിൽ കൊടുക്കാതെ അൻവറിന്റെ അക്കൗണ്ടിൽ കൊടുത്ത വോട്ടർമാരുണ്ട്. ഈ അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ആലോചിച്ച് നോക്കിക്കോ, അൻവറും LDFും കൂടെ ഒന്നിച്ചു നിന്നാണ് അവിടെ മത്സരിച്ചിരുന്നതെങ്കിൽ ഇപ്പം ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയ വോട്ടിനേക്കാൾ എത്രയോ കൂടുതലുണ്ടാവും ആ വോട്ട്. എന്ന് മാത്രമല്ല UDFന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അത്ര വോട്ട് എന്തുകൊണ്ട് ഇപ്പൊ കിട്ടിയില്ല? ഈ പറഞ്ഞ വർഗീയ ശക്തികളും മതഭ്രാന്തന്മാരും എല്ലാം കൂടെ വോട്ട് ചെയ്തിട്ടും എന്തുകൊണ്ട് UDFന് അത്ര വോട്ട് കിട്ടിയില്ല? അതും കൂടെ ആലോചിക്കേണ്ട വിഷയമല്ലേ? അതെന്താ നമ്മൾ ആലോചിക്കാത്തെ? ഞാൻ അതൊക്കെ ആലോചിക്കുന്നുണ്ട്. എങ്ങനെ നോക്കിയാലും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം LDFന് അവിടെ ഒരു കുറവും ഉണ്ടായിട്ടില്ല. LDF മെച്ചപ്പെട്ട പ്രകടനം തന്നെ അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ രീതി മുന്നോട്ട് പോയാല് ഇങ്ങനെയാണ് കേരളത്തിലെ മൊത്തം വോട്ടിംഗ് നില പോകുന്നതെന്നുണ്ടെങ്കിൽ, അതായത് നിലനിൽക്കുന്ന MLAക്കും കൂടെ നല്ല വോട്ട് കിട്ടുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോ LDF എന്താണോ കേരളത്തിലെ അവസ്ഥ, ഈ അടുത്ത ഒരു വർഷത്തോളം കഴിയുമ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ഉള്ള 99-ലും കൂടുതലായിട്ട് ഒരു 110 സീറ്റെങ്കിലും LDFന് കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് ഇവിടെ തെളിയുന്നത്. ശരി, ഓക്കെ, വ്യക്തമാണ്. ഏതായാലും അങ്ങയുടെ അഭിപ്രായം, ഞാനതിൽ രാഷ്ട്രീയപരമായി ഒരു അഭിപ്രായം പറയുന്നില്ല. ഓരോ പാർട്ടിയുടെ അനുഭാവികൾക്കും അതനുസരിച്ചുള്ള അഭിപ്രായങ്ങളും നിലപാടുകളും എടുക്കാം. ശ്രീ കൃഷ്ണ കാവാലത്ത്, ശ്രീമതി കൃഷ്ണ, ഈ നിലമ്പൂരിൽ ആര് ജയിക്കുമെന്നാണ് ശ്രീമതി കൃഷ്ണ പ്രതീക്ഷിച്ചിരുന്നത്? ഞാൻ നിലമ്പൂരിൽ സിരാജേട്ടൻ ജയിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അതിൽ സിരാജേട്ടൻ കുഴപ്പമില്ലാത്ത വോട്ടുകൾ വാങ്ങിച്ച് തന്നെയാണ് നിൽക്കുന്നത് തന്നെ. കാരണം എന്ന് വെച്ചാൽ UDFന്റെ പഞ്ചായത്തായ കുറെ വോട്ടുകൾ ചേട്ടന് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് 100% ഉറപ്പുണ്ട്. ശരി. അപ്പോ UDF വോട്ടുകൾ പറയാനുള്ളത് ആശാവർക്കർമാരുടെ സമരത്തെ കുറിച്ചാണ് പറയാനുള്ളത്. അവർക്ക് ഒരു ദിവസം 25 വീട് കയറിയാൽ മതി ആശാവർക്കർമാർക്ക്. അവർക്ക് കേന്ദ്ര ഗവൺമെന്റ് പിന്നെ എന്തുവാ പറയാൻ കിട്ടുന്നില്ല. അല്ല, ശ്രീമതി കൃഷ്ണ ആശാ വർക്കറാണോ? അല്ല, ആശാവർക്കർ അല്ല. എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞാൻ ഹൗസ് വൈഫാണ്. കുടുംബം മറ്റേ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഭർത്താവും 2 മക്കളും ഉണ്ട്. ശ്രീമതി കൃഷ്ണയ്ക്ക് ഒരു മാസം വീട്ടിലെ ഹൗസ് വൈഫ് ആണെങ്കിലും അറിയാലോ, ഒരു വീട്ടിലെ ചെലവ് പിന്നെ എത്ര തുക ചെലവാകും? ഏതാണ്ട് ഒരു ശരാശരി സാധാരണക്കാരെ, വളരെ പാവപ്പെട്ട ഒരാൾക്ക് കേരളത്തിൽ ജീവിക്കാനായിട്ട് ശരാശരി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാതെ. അതല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പറയുന്നത് മൊത്തം കേൾക്കുക. അപ്പൊ 25 വീടുകൾ കയറിയാൽ മതി അവർക്ക്. അപ്പൊ ഞാൻ പറയട്ടെ, സെയിൽമാനും സെയിൽഗേളും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് കിട്ടുന്നത് 20-ന് താഴെയാണ് സാലറികൾ. അവർ രാവിലെ തൊട്ട് വൈകുന്നേരം കഷ്ടപ്പെടുവാണ് ചെയ്യുന്നത്. നമ്മൾ അതുകൂടെ ഒക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ? അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ശ്രീമതി കൃഷ്ണ വിചാരിക്കുന്നത് ഈ തുക ഒരു മനുഷ്യന് ജീവിക്കാൻ ഉതകുന്ന തുകയാണ് എന്നാണ് അല്ലേ? അതോ മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ല അതുകൊണ്ട് ഇവർക്കും കൊടുക്കണ്ട എന്നതാണ്? സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇത്രയൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് ഇവർക്കും കൊടുക്കണ്ട എന്നാണ് അല്ലേ? ശ്രീമതി കൃഷ്ണയുടെ ഭർത്താവ് എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞാൻ വെറുതെ അറിയാൻ വേണ്ടി ചോദിക്കും. ഞാൻ ശരി, പോട്ടെ, അത് ഞാൻ സമ്മതിച്ചു. അത് ശ്രീമതി കൃഷ്ണ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പൊതുവേദിയിലേക്ക് വിളിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒരു പുതിയ ആൾ വന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറെ കൂടുതൽ സംസാരിക്കുന്നത്. ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഭർത്താവ് ചെത്തുകാരനാണ്, കൃഷിയാണ്. കൃഷിയാണ് അല്ലേ? ഓക്കെ. അപ്പൊ അയാൾ എന്നോടൊരു ആശാവർക്കർ തന്നെയാണ് ഇവിടെ വന്ന് പറഞ്ഞത്. ഇവിടെ രാവിലെ ആശാവർക്കർ വന്നിട്ട് അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് ഈ സമരത്തെ കുറിച്ച് പറഞ്ഞപ്പോ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, കൃഷ്ണ, ഞങ്ങൾ 8ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമേ ഉള്ളൂ, ഞങ്ങൾ PSC നിയമനം വഴി വന്നവരല്ല,
പിന്നെ ഞങ്ങൾക്ക് ഇൻസെന്റീവ് കൂട്ടിയിട്ടില്ല, കേന്ദ്രം തൊഴിലാളികളായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഒത്തിരി വലിയ പാടുള്ള ജോലിയല്ല എന്ന് ആശാവർക്കർ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അല്ലാതെ എനിക്ക് ഈ വീട്ടിലിരുന്നിട്ട് ഞാനൊരു സ്ഥലത്തും പോവാറില്ല, ഞാൻ ഈ വീടിനുള്ളിൽ തന്നെയാണ്. അപ്പൊ ആ ആശാവർക്കർ ആയിക്കോട്ടെ, ഞാനതിൽ ശ്രീമതി കൃഷ്ണയെ കുറ്റപ്പെടുത്തിയില്ല, ഞാൻ ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. അല്ല, എനിക്ക് എന്നെ സംബന്ധിച്ചെന്ന് പറയാൻ എൻ്റെ ഒരു സാമാന്യ യുക്തിയും ബുദ്ധിയും ഒക്കെ അനുസരിച്ച് ഞാൻ എൻ്റെ തെറ്റാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. ഈ 10,000-14,000 രൂപ കൊണ്ട് ഒരു അല്ല, കുടുംബത്തിന് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ അന്നത്തെ ഇപ്പൊ 7,000 രൂപയുടെ ആ ഒരു ലെവലിലല്ലല്ലോ നമ്മളിപ്പോ ജീവിച്ചു പോകുന്നത്. നമുക്കിപ്പോ സാധനങ്ങൾക്കാണെങ്കിലും ഒത്തിരി വിലകൾ കൂടുന്നുണ്ട്, മറ്റു കാര്യങ്ങൾക്കാണെങ്കിലും വിലകൾ, എല്ലാ സാധനത്തിനും വില കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പൊ എണ്ണയ്ക്കായാലും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതെല്ലാം ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ശ്രീമതി കൃഷ്ണ എന്നോട് പറഞ്ഞത് LDF നിലമ്പൂരിൽ ജയിക്കും എന്നതാണ് പ്രതീക്ഷിച്ചതെന്നാണ്. അപ്പോൾ ശ്രീമതി കൃഷ്ണ ഒരു LDF അനുകൂലിയോ അല്ലെങ്കിൽ CPM പ്രവർത്തകയോ ആണോ? അതെ അതെ, പ്രവർത്തിച്ചിട്ടൊന്നുമില്ല. നമ്മള് ജാതിക്കെതിരെ യൂട്യൂബിൽ ഞാൻ പോരാടിയിട്ടുണ്ട്. സത്യഭാമ, RLV രാമകൃഷ്ണൻ, അങ്ങനെ. പക്ഷേ ഇതിൽ ഞാൻ ശ്രീമതി കൃഷ്ണയോട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഇത് ഏതായാലും പൊതുകാര്യങ്ങളിലേക്ക് ഇടപെടാൻ തീരുമാനിച്ചുകൊണ്ട് വളരെ സന്തോഷകരമായ കാര്യമാണ് വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ പൊതുകാര്യങ്ങളിൽ കൂടി ചർച്ച ചെയ്യുക എന്നുള്ളത്. ഈ ആശാവർക്കർമാരുടെ സമരം 26,000 രൂപയാക്കണം ശമ്പളം എന്ന നിലപാട് CPM-നും CITU-വിനും ഉണ്ട്. അവരുടെയും നിലപാട് അത് തന്നെയാണ്. നിലപാട് കൂട്ടി കൊടുക്കണമെന്ന് തന്നെയാണ്. അപ്പൊ അവർ ഈ സമരങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴേക്കും നമ്മുടെ ഖജനാവ് കൂടെ നമ്മൾ നോക്കണ്ടേ, നമ്മളെ സംസ്ഥാന ഖജനാവ് കൂടെ നമ്മൾ നോക്കണ്ടേ. കേന്ദ്രത്തിൽ നിന്നാണ് ഒന്നും കിട്ടുന്നുമില്ല അധികമായിട്ട്, അതുകൂടെ നമ്മൾ മനസ്സിലാക്കണ്ടേ. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ഖജനാവ് ചെറുതാകുമ്പോൾ ശ്രീമതി ഞാൻ കൃഷ്ണ ഒരു പുതിയ ആളായതുകൊണ്ടാണ് കുറെ കൂടി സംസാരിക്കും. നമ്മുടെ നാട്ടിൽ 1.5 ലക്ഷം ശമ്പളമുള്ള ഒരാളുടെ ശമ്പളം 2.5 ലക്ഷമാക്കുന്നു, 2.5 ലക്ഷമുള്ള ആളുടേത് 3.5 ലക്ഷമാക്കുന്നു. PSC അംഗങ്ങളുടെ വേതനം വല്ലാതെ കണ്ടു കൂട്ടുന്നു. മന്ത്രിമാരുടെ സെക്രട്ടറിമാർക്കും അതുപോലെ ഒക്കെ ശമ്പള വർധനമുണ്ടാകുന്നു. ഇതൊന്നും ഈ കാലിയായ ഖജനാവിനെ കുറിച്ച് ഓർക്കുന്നില്ല. നമ്മുടെ തോമസ് മാഷിന് എന്നൊരാൾ ഉണ്ടല്ലോ, നമ്മുടെ ഡൽഹിയിൽ കേരളത്തിൻ്റെ പ്രതിനിധി, അദ്ദേഹത്തിൻ്റെ യാത്രാപത്ത 11 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഈ ഖജനാവ് നമ്മുടെ ചോർച്ചയുണ്ട് അല്ലെങ്കിൽ അവിടെ കുറച്ച് കഷ്ടപ്പാടുണ്ട് എന്ന് നമ്മൾ ഓർത്തിട്ടാണോ ഇതൊക്കെ കൂട്ടുന്നത് എന്ന് ചോദിക്കുന്നവരോട് ശ്രീമതി കൃഷ്ണയുടെ ഒരു നിലപാട് എന്താണ് അവരോട് പറയാനുള്ളത്? അവരോട് പറയുവാനുള്ളതെന്നാണ്, അവരുടെ ജോലി അപ്പോൾ അതുപോലുള്ളതായിരിക്കും, അതുകൊണ്ടാണ് അവർക്ക് അത്രയും കൂട്ടി കൊടുക്കുന്നതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഏതായാലും കൃഷ്ണയ്ക്ക് തന്ത്രം, അതായത് ഒരു ആർഗ്യുമെൻ്റ് നടത്താനുള്ള കുറേയൊക്കെ ശേഷിയുണ്ട് കേട്ടോ. ഞാനതൊന്ന് പരീക്ഷിക്കുകയായിരുന്നു. വളരെ എന്താണ്, അപ്പോൾ ഇത് പൊതുവേദിയിലേക്ക് ആദ്യമായി വിളിച്ചു. ആലപ്പുഴ കാവാലത്തു നിന്നാണ് വിളിക്കുന്നത് അല്ലേ? സാറേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ RLV രാമകൃഷ്ണൻ, സത്യഭാമയിലെ 2 വ്യക്തികൾ, അവരുടെ കേസ് ഞാൻ പിന്നെ കമന്റ് വഴി പറഞ്ഞ് അത് ശരിയാക്കി കൊടുത്ത വ്യക്തിയാണ്. പിന്നെ അതുകൂടാതെ പിന്നെ പിണറായി സർക്കാരിനെ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ കൂടെ നിന്നു, അദ്ദേഹത്തിന്റെ കൂടെ നിന്നു മുന്നോട്ട് കൊണ്ടുപോയ ഒരു വ്യക്തിയാണ് ഞാൻ. സന്തോഷം. ഏതായാലും പൊതുവേദി കാണാനും ഇങ്ങോട്ട് വിളിക്കാനും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനും വളരെ നിഷ്കളങ്കമായ പ്രസിദ്ധമായ അഭിപ്രായമാണ്. ഞാനത് അതിൻ്റെ എത്ര കണ്ട് അതിൽ കൃത്യതയുണ്ട് എന്നറിയാൻ വേണ്ടി ചോദിച്ചാണ്. അപ്പോൾ വളരെ സന്തോഷം. കൊള്ളാം, ഗംഭീരമായിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. പിന്നെ എനിക്ക് യൂട്യൂബിൽ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതെയോ? അവരുടെ സപ്പോർട്ടിലാണ് ഞാൻ നിൽക്കുന്നത് തന്നെ. എനിക്കാണ് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല, വീട്ടുകാരും. പേടിക്കണ്ട, നമുക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് കളയാം കേട്ടോ. ശരി, ഞാൻ ഇനി വരാം. ഓക്കെ, താങ്ക്സ്. അപ്പോൾ ജോസഫ് എന്നൊരു പ്രേക്ഷകൻ എന്നോടൊപ്പം ബാംഗ്ലൂരിൽ നിന്ന് ചേരുന്നുണ്ട്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ് ശ്രീ ജോസഫ്. വല്ലാതെ ക്ഷമിക്കണം, കാരണം നമ്മുടെ ഒരു പുതിയ പ്രേക്ഷകയാണ് ശ്രീ കൃഷ്ണ. അപ്പോൾ അവർ വളരെ നിഷ്കളങ്കമായ ചില മറുപടികളുമായി വന്നപ്പോൾ എനിക്ക് സത്യത്തിൽ കൗതുകം തോന്നി. ശരാശരി മലയാളി എങ്ങനെ ചിന്തിക്കുന്നു എന്നതുകൂടി ഓർക്കാൻ വേണ്ടിയാണ് കുറേ സമയം അവരോട് സംസാരിച്ചത്. പിന്നെ ശ്രീ ജോസഫ് നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനും നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാവുന്ന ഒരാളാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് സ്വാതന്ത്ര്യം എടുത്തു. അപ്പോൾ കേൾക്കാമോ? ഗുഡ് ഈവനിങ് മനു. പക്ഷേ മനു, ആ കൃഷ്ണനെ ഇട്ട് വെള്ളം കുടിപ്പിച്ചതിനോട് എനിക്ക് വലിയ അഭിപ്രായമില്ല. ഇല്ല, ഞാൻ വെള്ളം കുടിപ്പിച്ചില്ല. ഞാൻ അവരുടെ ഒരു ധാരണ അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. എന്താണ് അവർ പറയുന്നത്, അവരെത്ര കണ്ട് അതിൽ അത് കാര്യഗൗരവത്തോടെ ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ വെള്ളം കുടിപ്പിച്ചില്ല, വെള്ളം കുടിപ്പിക്കാനല്ല ഉദ്ദേശിച്ചത്. അല്ല, ഈ തോമസ് മാഷിന്റെ ശമ്പള കൂടുതലും PSC അംഗങ്ങളുടെ ശമ്പള കൂടുതലും ഒക്കെ പറയുമ്പോഴത്തേക്ക് അവരെ അത് ഡിഫെൻഡ് ചെയ്യാനും മാത്രം അവർ വന്നിട്ടില്ലല്ലോ. അല്ല, അവർ ഡിഫെൻഡ് ചെയ്തു, വളരെ ഭംഗിയായി അവർ ഡിഫെൻഡ് ചെയ്തു. അവർ പറഞ്ഞു ആ ജോലിക്ക് അത്ര ഭാരമുണ്ടാകും, അതുകൊണ്ടായിരിക്കാം കൊടുത്തതെന്ന്. ഞാനത് അംഗീകരിക്കുകയും ചെയ്തു.
അല്ല അവരത് എന്താണ് അതിന് ഞാൻ ചോദിച്ചത്, അവര് ഇതിങ്ങനെ പറയുമ്പോൾ അവർ എത്രമാത്രം അതിലേക്ക് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് ആണ് അന്വേഷിച്ചത്. അപ്പോൾ അവരത് ഭംഗിയായി ഡിഫെൻഡ് ചെയ്തു. അവർ പറഞ്ഞ് അവർ ആ ജോലിക്ക് ചിലപ്പോൾ വരെ കൂടുതൽ ഉണ്ടാകും, അതിനത് അത്രയും ആവശ്യമായിരിക്കാം, അതുകൊണ്ടായിരിക്കും അതിന് കൊടുത്തത്. അപ്പം ടെസ്റ്റില് വെള്ളംകുടിയില് ആ ടെസ്റ്റിൽ അവർ പാസ്സായെന്നാണ് ഞാൻ പറയുന്നത്. ഒരു CPM കാര്യത്തിൽ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും കൃഷ്ണ ടെസ്റ്റ് പാസ്സായെന്നുള്ള അഭിപ്രായം. പാസ്സായെന്ന് മാത്രമല്ല ഡിസ്റ്റിങ്ഷനോടെ പാസ്സായെന്നാണ് ഞാനും പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടു കൂടി വീണ്ടും വിളിക്കാം എന്ന് പറഞ്ഞാലേ കൈ കൊടുത്ത്. എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്, അപ്പം ഞാൻ പറഞ്ഞു വളരെ നന്നായിരിക്കുന്നു. അപ്പോൾ അത് അവരുടെ പക്ഷേ വളരെ നിഷ്കളങ്കമായ പ്രതികരണമാണ്. ഒരു ഒരു കണ്ണിങ് ആയിട്ടുള്ളൊരു ഉത്തരവല്ല, എന്തെങ്കിലും ഒരു താല്പര്യം വെച്ചല്ല. അവർ സത്യസന്ധമായി ചില കാര്യങ്ങൾ വിശ്വസിക്കുന്നു, അതവർ പറയുന്നു. അതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും മനുവിന്റെ ഈ അവതരണമാണ് ഈ പ്രോഗ്രാമിന് ഏറ്റവും കൂടുതൽ ഭംഗി കൊടുക്കുന്ന എനിക്ക് തോന്നുന്നത്. ഈ ഓരോ കോളറേയും അവരുടെ ക്വാളിറ്റി അനുസരിച്ച് അവരോട് സംസാരിക്കുകയും താഴ്ന്നു വരേണ്ടടുത്ത് താഴ്ന്നു വരികയും ഉയർന്നു പോകേണ്ടത് ഉയർന്നു വരികയും ഒക്കെ ചെയ്യുന്ന ഈ മോഡുലേഷൻ വളരെ നന്നായിരിക്കുന്നു. താങ്ക് യു ഫോർ ദാറ്റ്. എനിവേ ബാക്ക് ടു ഞാനാണ് അങ്ങോട്ട് ഈ പരാമർശത്തിന് നന്ദി പറയേണ്ടതായാലും. അപ്പോൾ ശ്രീമതി കൃഷ്ണ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് ജോസഫും കൃഷ്ണയ്ക്കൊപ്പമാണ്. അപ്പോൾ കൃഷ്ണനോട് പറഞ്ഞ് പിന്തുണയ്ക്കണമെന്നാണ് പറഞ്ഞത്. അവരുടെ ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട് പൊതുരംഗത്ത്. അപ്പോൾ ശ്രീ ജോസഫിൻ്റെ പിന്തുണയും കൂടി കൃഷ്ണയ്ക്കുണ്ട് എന്ന് അവർ മനസ്സിലാക്കട്ടെ. അവർ കേൾക്കുന്നുണ്ടാവും. ഞാനൊരു കുട്ടനാട്ടുകാരനാണ്. ഞാൻ തീർച്ചയായിട്ടും കാവാലം കാര്യത്തിയെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ശരി. ഞാനും വിചാരിച്ചു ശ്രീ ജോസഫ് വളരെ ശക്തമായി ഇത് പിന്തുണയ്ക്കുമ്പോൾ എന്തോ ഒരു, അപ്പോൾ നോക്കിയപ്പോൾ അത് നിങ്ങൾ പ്രാദേശികമായ ഒരു നാട്ടുകാരാണ്, ആ സ്നേഹമാണ് അല്ലേ? തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണല്ലോ. അപ്പോ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഗോവിന്ദൻ മാഷിന്റെ നാക്കുപടിയൊന്നും അല്ല, പുള്ളി എടുത്തെടുത്ത് തറപ്പിച്ച് പുള്ളി പറഞ്ഞതാണ് ഇന്റർവ്യൂറോട്. സത്യം പറയുന്നതിൽ എന്താ വിഷമിക്കേണ്ട ആവശ്യം എന്താ എന്ന് അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം അംഗീകരിച്ച് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ നിലമ്പൂരിലെ വിജയത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് അവർ പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് കോൺഗ്രസ് ജയിച്ചു എന്നൊക്കെയുള്ള ഈ വാദഗതി വരുമ്പം ഈ സാക്ഷാൽ ഈ പിണറായി വിജയൻ തന്നെ പറയുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ TV തന്നെ നിങ്ങൾ എയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന സുഹൃത്ത് അദ്ദേഹം പറയുന്നു കേരളീയർ വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്ന വോട്ടേഴ്സ് ആണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ONV കുറിപ്പിനെ തിരുവനന്തപുരത്ത് തോപ്പിച്ചെന്ന് പറയുന്നു നിലവാരമുള്ള വോട്ടർമാര്. പിന്നെ ഈ നമ്മുടെ കാൻഡിഡേറ്റിനെ പറഞ്ഞാൽ തോറ്റ കാൻഡിഡേറ്റ് പറഞ്ഞാൽ അദ്ദേഹം സാക്ഷാൽ ഇപ്പം മരണത്തോട് മല്ലടിച്ച് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡ് എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എഴുതുന്നതും വായിക്കുന്നതും ഒക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഉയർത്തിപ്പൊക്കി കാണിക്കാൻ ശ്രമിക്കുന്ന കൃഷ്ണൻകുട്ടിയെ എനിക്ക് അവിടെ കാണാൻ സാധിച്ചു. പിന്നെ ഇതിന്റെ എൻഡിലേക്ക് നോക്കി കഴിഞ്ഞാല് നമ്മുടെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് ഒരു ക്രീമി ലെയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. രാഷ്ട്രീയത്തിൽ ഒന്നും ഇൻവോൾവ് ചെയ്യാതെ കാര്യങ്ങളെ വളരെ സൂക്ഷ്മമായിട്ട് നോക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്. അവരിത് കാണുന്നുണ്ട്. ഈ പിണറായി വിജയന്റെ ഈ ദൂർത്തും 8-10 കാറുകളും മാറി മാറി മേടിക്കലും നീന്തൽക്കുളം പരിഷ്കരിക്കുന്നതും ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാനായിട്ട് ലിഫ്റ്റ് ഉണ്ടാക്കുന്നതും ഇതൊക്കെ ഇന്നത്തെ ലോകത്ത് ജനങ്ങൾ കാണുന്നുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഞാൻ ഈ വിജയത്തെ കാണുന്നത്, CPIയുടെ തോൽവിയെ കാണുന്നത്. പിന്നെ കോൺഗ്രസിന്റെ വിജയം എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ഇല്ലാത്തവരുള്ള ഒരു ഐക്യം കോൺഗ്രസ് നേതാക്കന്മാരും UDF-ഉം അവിടെ കാഴ്ചവെച്ചു. അതിന്റെ ഒരു റിസൾട്ട് അവർക്ക് ഇതൊരു എന്താ പറയാ അടുത്ത ഇലക്ഷനിലേക്കുള്ള ഒരു ശക്തമായ ജനങ്ങൾ കൊടുത്ത ഒരു സന്ദേശമാണ്. നിങ്ങൾ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ ഞങ്ങൾ ജയിപ്പിക്കും. ഈ കിരാത ഭരണത്തിൽ നിന്ന് ഈ ഞങ്ങൾക്ക് രക്ഷ നേടണം എന്നുള്ളൊരു ചൂണ്ടുപലകയായിട്ട് UDF അത് കാണുകയും വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, വളരെ കൃത്യമാണ്. അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. അപ്പോൾ ഒരു ചെറിയ ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. യെസ്, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ചർച്ച ചെയ്യണം എന്ന് ചില പ്രേക്ഷകർ നമ്മളോട് യൂട്യൂബിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും എല്ലാ ചർച്ചകളും ഒരേ വിഷയത്തിലാകണ്ട എന്നുള്ളത് കൊണ്ടാണ് പല വിഷയങ്ങൾ എടുക്കുന്നത്. നമുക്കൊരു ദിവസം നമുക്കും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള പൊതുവേദിയിൽ എടുക്കാം, പ്രേക്ഷകർക്ക് അത്രമാത്രം അതിൽ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ.
ഓക്കെ. അപ്പോൾ ഗോവിന്ദൻ മാഷ് പാവമാണ് എന്ന് ഷിജു എന്നോട് പറയുന്നുണ്ട്. രഘുനന്ദൻ പറയുന്നു, ഇലക്ഷൻ അടുക്കുമ്പോൾ നേതാക്കന്മാരുടെ സംസാരങ്ങൾ പരിധി വിടുന്നതാണ് പരാജയങ്ങൾക്ക് കാരണം എന്ന് രഘുനന്ദനൻ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ തിരുമുല്ലവാരത്തു നിന്ന് പറയുന്നു. അയ്യപ്പ ഭക്തന്മാരാണ് സ്വരാജ് ജയിക്കാതിരിക്കാൻ കാരണമെന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മുടെ ശ്രീമതി കൃഷ്ണയ്ക്ക് വലിയ പിന്തുണ യൂട്യൂബിൽ നിന്ന് കിട്ടുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീ കൃഷ്ണേച്ചി പാവമാണ് എന്ന് ഒരു ഷിജു എനിക്ക് കമൻ്റ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇപ്പോൾ കൃഷ്ണ നടത്തിയ പ്രതികരണങ്ങൾ നമ്മുടെ യൂട്യൂബിൽ പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുന്ന, അപ്പോൾ അവർ പലതരം പ്രതികരണങ്ങൾ, പലതരം എന്ന് വെച്ചാൽ എല്ലാ കൃഷ്ണയെ അനുകൂലിച്ച് തന്നെ കേട്ടോ. അപ്പോൾ തോമസ് മാഷിന് പകർച്ചവ്യാധി ഭീഷണി ഇല്ല, ആശാ വർക്കർമാർ അത്തരം പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് എന്ന് കൃഷ്ണയോട് പറയുന്നു ന്യൂ തിങ്കർ. അപ്പോൾ അങ്ങനെ കൃഷ്ണയുടെ പ്രതികരണം നന്നായി എന്ന് പൊതുവെ എല്ലാവരും പറയുന്നു. ഗോവിന്ദൻ മാഷിന് നാക്ക് പിഴച്ചതല്ല, അത് മനഃപൂർവ്വം വർഗീയത ഉണ്ടാക്കാൻ പറഞ്ഞതാണ് എന്ന് പറയുന്നു. നിലമ്പൂർകാർ പ്രബുദ്ധരാണ്, അവർ അത് മനസ്സിലാക്കി എന്നാണ് നമ്മുടെ കുട്ടൻ വിളക്കത്തല പറയുന്നത്. ഓക്കെ, കുട്ടൻ വിളക്കത്തല. പക്ഷേ എനിക്ക് ഇത് കമൻ്റ് ചെയ്തിരിക്കുന്നത് മിമോ എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിന്നാണ്. അപ്പോൾ ഏതായാലും അദ്ദേഹം പൊതുവേദിക്കൊപ്പം ചേർന്നിട്ടുണ്ട് എന്ന് കാണുന്നതിൽ വളരെ അധികം സന്തോഷം. മിമോ എന്ന് കുട്ടൻ വിളക്കത്തലയുടെ ഒരു തൂലികാനാമമായിരിക്കണം. ഓക്കെ, സാധാരണ അദ്ദേഹം കുട്ടൻ വിളക്കത്തല എന്ന സൈറ്റിൽ നിന്ന് തന്നെയാണ് പ്രതികരിക്കാറ്. ഓക്കെ. അപ്പോൾ ബിജു എന്നോട് പറയും, നിലമ്പൂർ ആകെ പോൾ ചെയ്തത് 1,75,000 വോട്ടുകളാണ്. അതിൽ LDFന് 66,000 കിട്ടി. ബാക്കിയുള്ളവർ ഗവൺമെൻറ്റിനെതിരെയാണ് വോട്ട് ചെയ്തത്. അപ്പോൾ 1,00,000-ഓളം ആളുകൾ ഗവൺമെൻറ്റിനെതിരെയാണ് വോട്ട് ചെയ്തത് എന്നാണ് ബിജോയുടെ നിലപാട്. ഈ ഗോളാന്തരം എന്നോട് പറയുന്നത്, ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ എൻ്റെ മെസ്സേജ് വായിക്കുന്നില്ല എന്ന് പറയുന്നു. ഓക്കെ, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, എന്ത് മെസ്സേജാണ് വായിക്കാത്തത്. ഞാൻ ഓക്കെ, മിമോ മകളാണ് സാർ എന്ന് എന്നോട് പറയുകയാണ് കുട്ടൻ വിളക്കത്തല. അപ്പോൾ കുട്ടനും മകളും ഒരുമിച്ചിരുന്നാണ് പൊതുവേദി കാണുന്നതെന്ന് എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മകളുടെ യൂട്യൂബ് അക്കൗണ്ടിൽ നിന്നായിരിക്കാം ഇപ്പോൾ പ്രതികരിച്ചുള്ളൂ. അപ്പോൾ റഷീദ് കൊയിലാണ്ടി വരുന്നുണ്ട് നമ്മളോടൊപ്പം. ശ്രീ റഷീദ്, പ്രതീക്ഷിച്ച വോട്ട് നിലമ്പൂരിൽ കിട്ടിയില്ല അല്ലേ? ശ്രീ റഷീദ് പ്രതീക്ഷിച്ച? ഞാൻ പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയല്ലോ. ഞാൻ പറഞ്ഞത് പ്രവചിച്ചത് 10,000-ലേറെ വോട്ട് ഷാക്കിയാട് ഷൗക്കത്ത് ജയിക്കുമെന്നാണ്. അതെ, ഞാൻ വിചാരിച്ചു ഭൂരിപക്ഷം കുറെ കൂടെ കൂടുമെന്ന് താങ്കൾ പ്രതീക്ഷിച്ചിരുന്നില്ലേ? ഇല്ല, 10,000-ലേറെ ഭൂരിപക്ഷം കിട്ടുന്നത് 11,000 കിട്ടിയത് 10,000-ൽ കൂടുതലാണ്. ശരിയാണ്. കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിച്ചതിന്റെ പ്രതിഫലനമാണ് നിലമ്പൂരിൽ കാണാൻ പോകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതും വിജയിച്ചിട്ടുണ്ട്. 100% കേരളത്തിലെ ഇപ്പോഴത്തെ ഭരണവിരുദ്ധ വികാരമാണ് അവിടെ ഇടതുപക്ഷം തോൽക്കാൻ കാരണം. പിന്നെ പറയാനുള്ളത്, മലപ്പുറം ജില്ലയെ അവഹേളിച്ച് പറഞ്ഞിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെ വെള്ളപൂശാൻ ശ്രമിച്ച മുഖ്യമന്ത്രിക്ക് കൂടിയുള്ള ഒരു അടിയായിട്ടാണ് ഞാനിതിനെ കൂടുന്നത്. മാത്രമല്ല, ഡൽഹിയിൽ മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിലും മലപ്പുറം ജില്ലയെ അവഹേളിച്ചിരുന്നു. അപ്പോൾ അതിന്റെയും ഒരു പ്രതിഫലനമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം ശക്തമായി അവിടെ അലയടിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ PV അൻവറിന് കിട്ടിയ വോട്ടും ഭരണവിരുദ്ധ വികാരമാണ്. ഭരണത്തിനെതിരെയുള്ള ബാലറ്റാണ് ഈ PV അൻവറിനും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് ഭരണത്തിന്റെ വീഴ്ചകൾ, ഭരണത്തിന്റെ കോട്ടകൾ, ഭരണത്തിന്റെ അരുതായ്മകൾ ജനങ്ങൾ വിലയിരുത്താൻ പോകുന്നു 26-ൽ തെരഞ്ഞെടുപ്പ്. ഞാൻ ശ്രീ ഗോവിന്ദൻ മാഷോട് നമ്മൾ ചർച്ചയുടെ ഭാഗമായിട്ട് ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ RSS ആ പ്രയോഗമുണ്ടല്ലോ, ആ പ്രയോഗം അവസാന നിമിഷത്തിൽ ഇടതുപക്ഷം ഭരണത്തെ നേട്ടങ്ങളും അതിന്റെ വിലയിരുത്തലുകളും എല്ലാം നടത്തി ജമാഅത്തെ ഇസ്ലാമിയായി കൂട്ടുപിടിച്ചുകൊണ്ട് UDF നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് ഉത്ബോധനമായിട്ട് RSSനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവരും മുമ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പോവുകയാണ്. അത് അബദ്ധത്തിൽ പറഞ്ഞു, എന്തോ തരത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു. കാരണം പഴയ തലമുറയിലെ ആളുകൾക്ക് അറിയാമെങ്കിലും പുതുതലമുറക്കറിയില്ല. ഈ RSSുമായി ഈ ഇടതുപക്ഷം പലപ്പോഴായും മനുവിനോട് പറഞ്ഞിട്ടല്ലോ, മനുവിനോട് ഈ പുതിയ തലമുറയിലെ ആളുകൾ ഞങ്ങൾ ഒരിക്കലും ഇടതുപക്ഷത്തിന്റെ ആളുകൾ ഞങ്ങൾ ഒരിക്കലും RSSുമായി കൂട്ടി, പക്ഷെ അവർക്ക് കൂടി പഠിക്കാനാണ് ഇപ്പോൾ ഈ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്, ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് പുതിയ തലമുറയെയും അഭിസംബോധന ചെയ്യാനുള്ള ഒരു വഴിയാണ് ഈ സംസ്ഥാന സെക്രട്ടറി വരുത്തി വെച്ചിരിക്കുന്നത്. അതിലേറെ സന്തോഷമുണ്ട്. അല്ല, അത് ഈ RSS വോട്ടുകൾ തങ്ങൾക്ക് കിട്ടും
എന്ന് കരുതി വളരെ തന്ത്രപൂർവ്വം അതെ പറഞ്ഞതാണെന്ന് അതെ അങ്ങനെ അതിനൊരു പഴമൊഴിയുണ്ട്. എന്ത് വിപരീത ബുദ്ധി എന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല. അതാണ് സംഭവിച്ചത്. സത്യത്തിൽ അയാൾ RSSന്റെ വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടാൻ വേണ്ടി ചെയ്തതാണെങ്കിലും അത് അദ്ദേഹം വിചാരിച്ചതുപോലെ എല്ലാ സംഗതി നടന്നിട്ടുള്ളത്. ശരി, ഏതായാലും ശ്രീ റഷീദ് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം ഇടതുപക്ഷം അവിടെ പരാജയപ്പെടും എന്ന് നേരത്തെ തന്നെ എന്നോട് വളരെ അടിവരയിട്ട് പറഞ്ഞിരുന്നതാണ്. ആര്യാടൻ ഷൗക്കത്ത് അല്ലെങ്കിൽ UDF വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. അപ്പോൾ 10,000-ലധികം വോട്ടുകൾ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ 11,077 എന്ന് പറയുമ്പോഴത്തേക്കും 10,000-ലധികം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടാക്ടിക്കലി നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രവചനം കറക്റ്റായി എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. യെസ്, അപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിരവധി പ്രേക്ഷകർ നമുക്കൊപ്പം ചേർന്നവർ ചില പ്രതികരണങ്ങളൊക്കെ നടത്തുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇടതുപക്ഷ അനുകൂലികൾക്ക് കൂടുതൽ സമയം കൊടുക്കുന്നു എന്നൊരു പരാതിയുണ്ട്. അത് അങ്ങനെയല്ല, കൂടുതൽ കാര്യങ്ങൾ അവർ പറയാനുള്ള ആളുകളാകുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറയാം. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരാളുടെ റിപ്പീറ്റേഷനാണ് പറയുന്നതെങ്കിൽ സ്വാഭാവികമായും ആ കാര്യങ്ങൾ നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് ചുരുക്കാനായി ആവശ്യപ്പെടും. അതേസമയം അല്ലാത്ത കാര്യങ്ങൾ പൊതുവേ വന്ന ഒരു നിലപാടിനെതിരെയുള്ള കാര്യങ്ങൾ പറയുമ്പം അത് ആ നിലയ്ക്ക് പരിഹരിക്കും. അതുപോലെ തന്നെ ചില ആളുകൾ വളരെ വിശദമായി കാര്യങ്ങൾ പഠിച്ച് ആ വിഷയങ്ങൾ അവതരിപ്പിക്കും. ഇപ്പോൾ ശ്രീ റഷീദ് വലിയ ശക്തമായി UDFനെ അംഗീകരിക്കുന്ന ഒരു പ്രവർത്തകനാണ്. ശ്രീ റഷീദിന് ആവശ്യത്തിന് സമയം കൊടുക്കുന്നത് അദ്ദേഹം അത് കൃത്യമായി അനലൈസ് ചെയ്യുകയും പലപ്പോഴും അതിനെ സംബന്ധിച്ച് വളരെ ആധികാരികമായി പറയുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ച് കൂടുതൽ സമയം കൊടുക്കുന്നു എന്നതാണ് അതിലെ കാര്യം. അപ്പോൾ ഞാൻ ഏതോ ഗുണ്ടകൾ എന്നെ വന്ന് ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് ഇടതുപക്ഷത്തിന് കൂടുതൽ സമയം കൊടുക്കുന്നു എന്ന് ചിലർ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഗുണ്ടകൾ വന്നാൽ ഭീഷണിപ്പെടുത്തേണ്ട ഒരു സാഹചര്യം പൊതുവേദിയിലില്ല. ആളുകൾക്ക് അവർക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാവുന്നതേ ഉള്ളൂ. ഏതായാലും ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. ഗോവിന്ദൻ മാഷിൻ്റെ പരാമർശം പരാജയത്തിൻ്റെ ആക്കം കൂട്ടിയോ എന്ന ചോദ്യത്തിന് 75% ആളുകളും അത് പരാജയത്തിന് ആക്കം കൂട്ടി എന്ന നിലപാടാണ് പറയുന്നത്. ഓക്കെ, ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.